എന്താണ് ശരിക്കും വീക്കിലി ടാസ്കിൽ നടന്നത്? രേണുവിനാണെങ്കിൽ ഒട്ടും പറ്റാനുള്ളായിരുന്നു. അതുപോലെ ജിസേലിന്റെ കൈ മുറിഞ്ഞ് കൺഫെഷൻ റൂമിൽ വരെ പോയി. എന്താണ് ഇന്ന് എപ്പിസോഡ് നടന്നത്? അതുപോലെ തന്നെ നെവിനെ പണി കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന്. 100 വട്ടം നമ്മുടെ ഗ്രൗണ്ട് മൊത്തം ഓടേണ്ട ഒരു പണി കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ആ പണി കിട്ടിയത്? നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷെഹർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എപ്പിസോഡ് മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ പണിപ്പുര പ്രവേശനമാണ്, വൈൽഡ്സിന്റെ പണിപ്പുര പ്രവേശനമാണ്. എല്ലാവരും പോയിട്ട് ഇവർക്ക് ഈ തവണ 20 സെക്കൻഡ് ഉണ്ട്. 20 സെക്കൻഡ് അല്ല, 20 സെക്കൻഡ് ഉണ്ട്. ഇവര് കണ്ണടച്ചിട്ട് വേണം ഈ സാധനങ്ങൾ എടുക്കാനായിട്ട്. അതിൽ ക്യാപ്റ്റനായ നെവിനും ബിന്നിയും കൂടെ ഉണ്ടാവും. ബിന്നി എന്താണെന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഇവരെ സഹായിക്കാൻ എന്തോ ആണ്, സഹായിക്കേണ്ട കേസാണ്. ഇവര് കണ്ണടക്കണം. ഇവർ കണ്ണടച്ചിട്ട് ഇവര് ഈ സാധനം എവിടെയെന്ന് ഇവര് സ്വയം എടുക്കണം. എന്നിട്ട് ഈ ബസർ അടിക്കുമ്പോൾ ഇവര് സാധനം എടുക്കാൻ തുടങ്ങണം. രണ്ടാമത്തെ ബസർ അടിക്കുമ്പോൾ ഇവര് സാധനങ്ങളെല്ലാം എടുത്ത് നിർത്തണം. അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നാമത്തെ ബസർ അടിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ ഈ സാധനം എടുത്ത് പുറത്തിറങ്ങിയാൽ വേണം. ഇതാണ് ടാസ്ക്. ഇതിലെല്ലാവരും പോയിട്ട് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എല്ലാം കൂട്ടി വെച്ചപ്പോഴത്തേക്കും സ്മോൾ ബോംബാണ് കിട്ടിയത്. വെച്ചാൽ ചെറിയ പണിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പണി എന്താണെന്ന് വെച്ചാല് ആംഗ്യ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയാണ്. അതാണ് ബോംബ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് അക്ബർ നെവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ എന്തൊരു ക്യാപ്റ്റനാണ്? ഞാനൊരു കാര്യം പറയട്ടെ, അക്ബർ ഒരു ഗെയിം പോലെ കളിക്കുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് പണി കിട്ടാതിരിക്കാനും എന്തൊക്കെയോ പറയണം. പക്ഷെ ഉള്ളത് പറയണം, ഇല്ലാത്തവ പറയരുത്. ക്യാപ്റ്റൻ അപ്പോൾ വന്നിട്ട് നെവിൻ തന്നെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ ഗ്രൂപ്പ് മനസ്സിലായി, ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് ഇപ്പോൾ മനസ്സിലായി, ആരൊക്കെയാണ് എന്നെ വന്നതൊക്കെ മനസ്സിലായി എന്ന് പറയണം. അപ്പം നെവിന് ഏകദേശം ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അടുത്തത് പണി വരുന്നുള്ള ആംഗ്യ ഭാഷയിൽ സംസാരിക്കണം എന്നാണ് പറയുന്നത്. നെവിനെ ആദ്യം സെലക്ട് ചെയ്യുന്നു. പിന്നെ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ 3 പേരെ ഓൾറെഡി സെലക്ട് ചെയ്തല്ലോ, അതിലൊരാളും സെലക്ട് ചെയ്യാൻ പറയുകയാണ്. അതിൽ അനുമോളാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ സ്മോൾ പണിയാണല്ലോ, അപ്പൊ ആംഗ്യ ഭാഷ സംസാരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ആ പണി ചെയ്യുന്നു. പക്ഷെ നെവിൻ ഈ പണിയൊന്നും മര്യാദക്ക് ചെയ്യുന്നില്ല. അനുമോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു. ഈ അനുമോളിന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാനി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ലൈവിൽ കാണിച്ച ഒരു കാര്യവും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല. അതെന്താണെന്ന് വെച്ചാല് ലൈവിലാണെങ്കിൽ അപ്പാനി എന്നിട്ട് അനുമോളുടെ അച്ഛന്റെ ജോലിയെ പറ്റി, അച്ഛന്റെ കാര്യത്തെ പറ്റിയും ഒരുപാട് മോശമായിട്ട് താഴ്ന്ന് തന്നെ ഒരുപാട് പറഞ്ഞു. പക്ഷെ എപ്പിസോഡിൽ ആ കാര്യമൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു പ്രൊവോക്കേഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് എടുക്കുന്ന കാര്യം മാത്രമേ അതിൽ കാണിച്ചുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ആ ഒരു ടൈമിലാണ് കിരീട യുദ്ധം ടാസ്ക് വരുന്നത്. ഇത്തവണ 2 തവണയാണ്. പക്ഷെ ഞാൻ ഒരു തവണയാണ് ഇന്ന് കണ്ടത്. എനിക്ക് അറിഞ്ഞുള്ളൂ, ഒരു തവണ ഞാൻ കണ്ടുള്ളൂ. 6 ടീമാണുള്ളത്. കഴിഞ്ഞ കളിക്ക് ഒരു ടീം ഔട്ടായി. ഫസ്റ്റ് റൗണ്ടിൽ ഇതായി. ഇപ്പൊ 2 റൗണ്ടാണ് ഇപ്രാവശ്യം ഉള്ളത്. ഇങ്ങനെ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് തൊപ്പി ഊരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഫിസിക്കൽ ഗെയിം ആക്കരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു. പക്ഷെ ഇവരൊന്നും കേൾക്കാതെ ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അക്ബറിന്റെ ഷർട്ടൊക്കെ കീറി പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. രേണു ആണെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ച അയ്യോ ഇത് എങ്ങനെയും തീർന്നാൽ മതി എന്നുള്ള രീതിയിൽ രേണു ആണെങ്കിൽ സഹിക്കാതെ നിൽക്കുകയാണ്, സഹിച്ച് പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ ഇത്രയും ആഴ്ച ആകുമ്പോഴത്തേക്കും ഇവരാരും ഈ ഭയങ്കരമായിട്ട് വലിയ ഫിസിക്കൽ ടാസ്ക് ഒന്നും നേരിടേണ്ടതില്ല. അത് നേരിടേണ്ടി വന്നിട്ട് മൺപിറ്റില് ഈ കൊടി കുത്തുന്നത്, അതിലാണെങ്കിൽ രേണു ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഇതില് രേണുവിനെ എടുത്ത് ക്യാപ്റ്റൻ ആക്കുകയും ചെയ്ത് രേണുവിന്റെ തലയിൽ രേണുവിനെ സഹിക്കാൻ പറ്റുന്നില്ല. നിർത്തി കിട്ടിയാൽ മതി എന്നുള്ള രീതിക്കാണ് രേണുയുടെ കാര്യം. അത്രയ്ക്കും രേണു സുധി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഈ ഒരു ടാസ്കിനിടയിൽ ജിസേലിന്റെ കൈയൊക്കെ മുറിയുന്നുണ്ട്. ജിസേലിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് തിരിച്ചു വിടുന്നുണ്ട്. പിന്നെ ഈ ടാസ്കില് ജിസേൽ ക്യാപ്റ്റനായ ടീമും രേണു ക്യാപ്റ്റനായ ടീമും ഔട്ട് ആവുകയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് ഞാൻ കണ്ടില്ല, ഫസ്റ്റ് റൗണ്ട് ഇതായിരുന്നു. പിന്നെ ബിന്നിയും റെനയും തമ്മിൽ കുറച്ചായിട്ടൊരു അടിപിടി അടിച്ചു പൊട്ടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, റെന പറയുകയാണെങ്കിൽ ടാസ്കിന് ബേസ് ചെയ്തിട്ട് പറയാണ് റെന പറയാണ് എൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ് ബിന്നിയുടെ മോന്തടിച്ചു പൊളിക്കണമെന്നോ അടിച്ചു പൊളിക്കും എന്ന് പറയുന്നുണ്ട് റെന.
ഇത് രണ ഭീഷണിപ്പെടുത്തുകയാണ് ബിന്നി. അപ്പൊ ബിന്നിക്ക് ചൊറിയുന്നുണ്ട്. പിന്നെ പറയുന്നു അയ്യോ അപ്പൊ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും നല്ല ഇത് പറയുന്നുണ്ട്. രണ അനാവശ്യമായിട്ടാണ് ഇതിൽ ചൊറിയാൻ പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പാനെയും അനുമോളിനെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ശല്യം. പക്ഷെ ഇതിലൊന്നും അപ്പാനി പറഞ്ഞ വാക്കുകളൊന്നുമില്ല, ഈ അച്ഛനെ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അനുമോൾക്കിട്ട് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അനുമോള് സഹിക്കുന്നുണ്ട്. നെവിനാണെങ്കിൽ ഇതിനിടയ്ക്ക് ഈ ടാസ്ക് സംസാരിക്കാതെ ബിഗ് ബോസിനെ പറഞ്ഞു, നെവിൻ നീ മറന്നുപോയോ നിങ്ങൾക്കൊരു പണി കിട്ടിയിരിക്കുകയാണെന്ന്. അപ്പൊ ഇല്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്പൈക്കുട്ടൻ വരെയാണ്. നേരെ നെവിൻ്റെ അടുത്തേക്ക് പോകുന്നു. നെവിൻ എന്തോ പണിയിപ്പിച്ചെന്ന് മനസ്സിലായി. അപ്പൊ പറയാണ് പഞ്ചസാര ഒളിപ്പിച്ചിട്ട് അപ്പൊ പഞ്ചസാര എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്പൈക്കുട്ടൻ പോയപ്പോ ബിഗ് ബോസ് പറഞ്ഞു എന്തിനാ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസിൽ 4 പേര് ഒരേ സമയത്ത് കിടന്ന് ഉറങ്ങിയെന്ന്. അപ്പൊ ആ കാര്യങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്ര നിയമങ്ങൾ തെറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇപ്പൊ നെവിൻ ഒരു പണി കൊടുത്തു. നെവിൻ ആംഗ്യ ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് 100 വട്ടം ബിഗ് ബോസ് ഹൗസ് ഓടിയിട്ട് ബോർഡിൽ വന്ന ഏതാണ് ഞാൻ പകൽ സമയത്ത് ഉറങ്ങില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജീവിതകഥയാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറയില്ല. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നെവിൻ്റെ പണിഷ്മെന്റിലുള്ള സമയമായിട്ടോ. നെവിൻ്റെ പണിഷ്മെന്റിലുള്ള സമയമായപ്പോഴത്തേക്കും 10 തവണ ഇങ്ങനെ ഓടി ബോർഡിൽ എഴുതി. അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറഞ്ഞു നിർത്തിക്കോ നെവിൻ, ഇത് നിങ്ങൾക്കുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ്, ഇനി ഇതുപോലത്തെ ഇളവൊന്നും തരത്തില്ല എന്ന് നെവിനോട് പറയുകയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. പിന്നെ പ്ലസിൽ നടന്നത് അനീഷിന്റെ ജീവിതകഥയാണ്. അനീഷ് ചെയ്യുമ്പോൾ 39 വയസ്സുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അനീഷിന് 39 വയസ്സുണ്ടോ? അയ്യോ, ഞാൻ ശരിക്കും പറഞ്ഞ വിചാരിച്ചൊരു 30-35 ഈ ഇതിലാണ്. 39 വയസ്സുണ്ടാവും ഞാൻ കരുതിയില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത്രയും പ്രായം നമുക്ക് തോന്നിക്കുന്നില്ല. അതെന്താണെന്ന് പറയും, ഓരോരുത്തരുടെ ഭാഗ്യമാണല്ലേ. പക്ഷെ പുള്ളിക്കാരൻ്റെ ജീവിതം പറഞ്ഞു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നതാണ്. എന്താണ് ഈ പുള്ളിക്കാരൻ്റെ ജീവിതത്തിലുള്ളത്, എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു ജീവിതകഥ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കേട്ടിരിക്കുന്ന രീതിയിലാണ് അനീഷ് ഓരോന്നും പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലൈവില് ജിസേലിനെയും അനുവിനെയും സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ് കുറെ പറയുന്നുണ്ട്. പക്ഷെ അത് പറ്റില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ഇതാണ് ബെഡല്ല 10:30 ആയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ഒക്കെ ആയല്ലോ. അപ്പോഴാണ് ജിസേലിനെയും അനുവിനെയും പുറത്തിറക്കുന്നത്. രാത്രി 12 ആയപ്പോഴത്തേക്കും ജിസേലിന്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് വന്നു. എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് മുറിച്ചു. ഇതാണ് നടന്നത്. നാളത്തെ എപ്പിസോഡില് എല്ലാവരുടെ പണിപ്പുര പ്രവേശനം തന്നെയാണ് വീണ്ടും നാളെ വരുന്നത്. അതില് ഇത്തവണ ഓരോരുത്തരും അവരവരുടെ സാധനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള സാധനം എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റില്ല, അവരവരുടെ സാധനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതിന്റെ പേര് ചെറിയ രീതിയിൽ വഴക്കാവുന്നു. വലിയ രീതിയിൽ പ്രൊമോയില് ഹൈപ്പൊന്നുമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ ലൈവ് എനിക്ക് എപ്പിസോഡ് എങ്ങനെയാണ് ഒരു ആവറേജ് ആയിരുന്നു. ഇന്നത്തെ ടാസ്ക് ആണ് ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. ഭയങ്കര ഫിസിക്കലായി പോയി ടാസ്ക്. വേറെ ഒന്നും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. നാളത്തെ ലൈവൊക്കെ ആയിട്ട് എനിക്ക് ലൈവ് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ നാളെയും പറ്റുമെന്ന് തോന്നാനുള്ള. നാളെയും കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കട്ടെ. എപ്പിസോഡിന്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരും. പക്ഷേ നമുക്ക് നോക്കാം ലൈവ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.